വലിയ പ്രസംഗത്തിന്റെ ഒരാവശ്യവുമില്ല. നമ്മളെല്ലാം എത്രയോ കണ്ടവരാണ്. ഇടതുപക്ഷമെന്ന ഈ പക്ഷം പോരാട്ടം കുറെ കണ്ടതാണ്. എതിർപ്പുകൾ, മർദ്ദനങ്ങൾ, ഭീഷണികൾ എല്ലാം കുറെ കേട്ടതാണ്. കാണുകയും കേൾക്കുകയും മാത്രമല്ല, നമ്മളവയെല്ലാം ഇഞ്ചോടിഞ്ചായി പടവെട്ടി തോൽപ്പിച്ചവരാണ്. ആ നമ്മൾക്ക് മുമ്പിൽ ഈടി എന്ന ഒരു ഓലപ്പാമ്പ് കാണിച്ചുകൊണ്ട് നമ്മളെ പിന്തിരിപ്പിക്കാമെന്ന് ഒരു ഈടിയും ഒരു വീടിയും ഒരു മോടിയും ഞാൻ മോഹിക്കേണ്ടതില്ല. ഈടിയും മോടിയും വീടിയും കേട്ടുകൊള്ളുക. ഇടതുപക്ഷം വേറെ ജിനുസാണ്. അതുകൊണ്ട് ഈ കളി വേണ്ട, ഈ കളി വേണ്ട. നിങ്ങൾ ഈ പറയുന്ന കേസ് അതാണ്. ആ കേസ് രേഖകളെല്ലാം ഞങ്ങൾക്ക് വീണ്ടും വായിച്ചു നോക്കി. എക്സാലോജിക്ക് CMRL ഇതാണ് അതിലെ കക്ഷികൾ. ആ കേസിന്റെ തെറ്റും ശരിക്കും ഞാൻ പറയുന്നില്ല. പക്ഷെ ആ കേസിൽ എവിടെയും ഈ ഒരു പേരില്ല. നിങ്ങൾ ഇന്നലെ എവിടെ പോയി കയറിയോ ആ വീടിന്റെ ഗൃഹനാഥൻ, ആ വീടിന്റെ മാത്രമല്ല ഈ നാടിന്റെ ഇടതുപക്ഷത്തിന്റെ നേതാവാണ് അദ്ദേഹം, പിണറായി വിജയൻ. ആ പേര് അവിടെ എവിടെയുമില്ല. ഞങ്ങളെക്കാൾ നിങ്ങൾക്കതറിയാം. പക്ഷെ നിങ്ങൾ പുലർച്ചെ പോയത് ആ വീട്ടിലേക്കാണ്. 8 മണിക്കൂർ നേരം നിങ്ങൾ അവിടെ തമ്പടിച്ചു. എന്തിനു വേണ്ടി? ഒരു കഥ ലോകത്തെല്ലാം പറയുവാൻ വേണ്ടി, പ്രചരിപ്പിക്കാൻ വേണ്ടി. ഇതെല്ലാമാണ് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണത്. ഇത് ആസൂത്രിതമാണ്. ഇടതുപക്ഷത്തെ പറ്റിയുള്ള നാടിന്റെ മതിപ്പിന്റെ സ്നേഹത്തെ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു വ്യാപകത്തിന്റെ കഥയാണ്. അതുകൊണ്ടാണ് ഇല്ലാത്തൊരു കേസ്, ആ കേസിൽ ഒരു പ്രകാരവും കക്ഷിയേ ഇല്ലാത്ത ആളിന്റെ പേര് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ താമസസ്ഥലത്തേക്ക് ഇന്നലെ ED വന്നിരിക്കുന്നത്. നാം മറന്നുപോകുന്നില്ല ആ ചോദ്യങ്ങളെല്ലാം. രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാവാണ്. ഇന്ത്യ സഖ്യത്തെ നയിക്കുന്ന നേതാവാണ് അദ്ദേഹം. ഇന്നലെയല്ല ഇവിടെ പലവട്ടം വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ചോദ്യം ഉന്നയിക്കാറുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യുന്നില്ല? ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? ആ ചോദ്യം ആർക്ക് വേണ്ടിയാണ്? രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ആരുടെ കൂടെയാണ്? അതാണ് അറിയേണ്ടത്. ഇന്ത്യ സഖ്യത്തിന്റെ രാഷ്ട്രീയത്തിന്റെ കാതൽ രാഹുൽ ഗാന്ധി മറന്നുപോയി. അത് കോൺഗ്രസ് മറന്നുപോയി. ആ കാതൽ നിങ്ങൾ പറഞ്ഞ പോലെയാണെങ്കിൽ ശത്രു BJP ആണ്, RSS ആണ്. ഈ നാടിന്റെ മുഴുവൻ ശത്രുവാണവർ. മതനിരപേക്ഷതയെയും ജനാധിപത്യ മൂല്യങ്ങളെല്ലാം താർക്കാൻ വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമായി ഫാസിസ്റ്റ് RSSന്റെ രാഷ്ട്രീയത്തിൽ ചേർക്കാൻ വേണ്ടിയാണ് ഇന്ത്യ സഖ്യമുണ്ടായത്. ആ സഖ്യത്തിലാണ് കോൺഗ്രസ് പങ്കാളിയായത്, നേതാവായത്. പക്ഷെ ആ നേതാവിന് മുഖ്യ ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് നിങ്ങൾ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യുന്നില്ല? ആ ചോദ്യത്തിന്റെ അർത്ഥമുണ്ട്, രാഷ്ട്രീയമുണ്ട്. അതിന്റെ അർത്ഥം കോൺഗ്രസ് നേതാക്കന്മാർക്ക് രാഷ്ട്രീയം അറിയില്ല എന്നാണ്. അറിയാമെങ്കിൽ BJPക്ക് വേണ്ടിയുള്ള, ഫാസിസ്റ്റ് RSSന് വേണ്ടിയുള്ള ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് അവർ EDയെ ഇതുപോലെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലായി. ആ പ്രോത്സാഹനം കേട്ടുകൊണ്ട് ED ഇവിടെ എത്തി. 1, 2, 3, 4 മണിക്കൂറല്ല, 8 മണിക്കൂർ അവരുടെ റെയ്ഡുകൾ നടത്തി. ഇവിടെയും ഉണ്ടായിരുന്നു, പിണറായിയിലും ഉണ്ടായിരുന്നു. അത് രണ്ടുമാണ് സഖാവ് പിണറായി വിജയന്റെ വീടുകൾ. ആ വീട്ടിൽ എന്തു കാര്യം EDക്ക്, എന്തു കാര്യം BJPക്ക്, എന്തു കാര്യം RSSന്? ആ വീട് സഖാവ് പിണറായി വിജയന്റേതാണ്. ആ വീട്ടിലെ ഗൃഹനാഥനും ഒരു ബന്ധവുമില്ല ഈ കേസുമായി. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമാണ്. ഒരു ബിസിനസ്സിന് പങ്കാളിത്തമില്ല. ബിസിനസ് പങ്കാളിത്തം തെറ്റി ശരിക്കും പറയിരിക്കട്ടെ. പക്ഷെ അതിന്റെ മറപറ്റിക്കൊണ്ട് ഈ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മുഖ്യതയിലുള്ള നേതാവിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ വേണ്ടി വരണമെങ്കിൽ ആ വരവിന് മുമ്പിൽ നമ്മൾ ആരും മുട്ടുകുത്താൻ പോകുന്നില്ല. നാം മുദ്രാവാക്യം വിളിക്കാറുണ്ട്. അത് ഒരു മുദ്രാവാക്യമല്ല. ഈ ചെങ്കൊടി താഴില്ല, ഈ വീര്യം കുറയില്ല. ലോകമുള്ള കാൽ വരെ നമ്മൾ ഈ ചെങ്കൊടിക്ക് താഴെ നീതിക്ക് വേണ്ടി പടപെട്ടു, ന്യായത്തിന് വേണ്ടി പടപെട്ടു.
നമ്മളെ ഭയപ്പെടുന്ന വർഗീയ ഭക്തന്മാർക്ക്, RSS ഫാസിസ്റ്റുകൾക്ക്, അവർക്ക് വേണ്ടി പലപ്പോഴും ഓശാന പാടുന്ന കോൺഗ്രസുകാർക്ക് നൽകാൻ പാടില്ലായിരിക്കാം. അതുകൊണ്ട് ഈ വിദ്യയൊന്നും വേണ്ട. ഈ വിദ്യയെല്ലാം മാറ്റിവെക്കുക. നിങ്ങളെല്ലാം വായിച്ചില്ലേ? ഒരുപാട് നേരം പരതി, ഒത്തിരി പരതി, അവസാനം പറയുന്നു ഒന്നുമില്ല എന്ന്. അത് പറയാൻ വേണ്ടിയാണോ 8 മണിക്കൂർ നേരം ഈ നാടകമാടിയത്? ആ നാടകത്തിന്റെ വിഷയങ്ങളെല്ലാം നമുക്കറിയാം. അതുകൊണ്ട് കേരളം പറയുന്നു, LDF പറയുന്നു. 224 അക്കൗണ്ടിന്റെ കാര്യം കൂടെ ഒന്ന് പറയാം. അത് ശരിയാണ്. നിങ്ങളുടെതൊക്കെ ഇപ്പൊ എന്തെല്ലാമോ അക്കൗണ്ടൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ നോക്കിക്കൊള്ളുക. അതൊക്കെ അതിലൊന്നും ഈ പേരില്ല എന്ന് ഉറപ്പിച്ച് ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ പറയുന്നു സഖാവ് പിണറായി വിജയന്റെ പേരിൽ ഒരു അക്കൗണ്ടുമില്ല. ആ പേരുകാരൻ ഒരു ബിസിനസിനും പങ്കാളിയല്ല. ആ പേരുകാരൻ ഒന്നിലെയും പ്രതിയുമല്ല. നിങ്ങൾ പക്ഷെ എന്തുകൊണ്ടവിടെ പോയി? അത് വെറുതെ പോയതല്ല. ആ തിരക്കഥ പ്ലാൻഡാണ്, ഉറപ്പിച്ച് ആലോചിച്ച് വന്ന ഒരു പ്ലാനാണത്. ആ പ്ലാൻ പ്രകാരമാണ് നിങ്ങളെ വീട്ടിലേക്ക് പോയത്. അതെല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ട് ഇത് രാഷ്ട്രീയമായി തന്നെ ഞങ്ങൾ നേരിടും. ഇവിടെ നിയമമുണ്ട്, അവിടെയും നേരിടും. പക്ഷെ ഞങ്ങളൊന്ന് പറയുന്നു, ഈ പേപ്പിടി കൊണ്ടൊന്നും നിങ്ങൾ ഇഡിയോ CIDയോ എന്തെല്ലാമോ ഇഡി കൊണ്ടിപ്പോൾ എല്ലാ ഇഡിയും വരട്ടെ. ആ ഇഡിയുടെ കൂടെ പുത്തൻ പേരാണ് VD. VD പേര് മാറ്റി. ഇപ്പോൾ VD പേര് മാറ്റി. പണ്ടെല്ലാം ആ VD സതീശനായിരുന്നു. ഇപ്പോൾ പറയുന്നു വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ. എന്താ അതിന്റെ അർത്ഥം? അർത്ഥം സഹോദര രാഷ്ട്രീയമേ, ഞാൻ പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂടെയാണ്. പിന്തിരിപ്പ് രാഷ്ട്രീയമേ, ഉറപ്പിക്കാൻ നിങ്ങൾക്ക് എന്റെ പേരിന് ഈ വാലുമുണ്ട് എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയെ മറന്നുകൊണ്ട്, നെഹ്റുവിനെ മറന്നുകൊണ്ട്, ജാതി രാഷ്ട്രീയത്തെ ഓർത്തുകൊണ്ട് പറയുന്നു പുതിയ മുഖ്യമന്ത്രി എന്റെ പേര് ഇനി അങ്ങോട്ട് ഇങ്ങനെയാണെന്ന്. ആ മേനോൻ ഒരു വെറും മേനോനല്ല. ആ വരവ് വെറും വരവല്ല. അതിന്റെ പിറകിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ വഞ്ചനയുണ്ട്, അവസരവാദമുണ്ട്. അതുകൊണ്ട് ആരും ചോദിക്കേണ്ട ഈ ഡീൽ എന്ന കാര്യത്തെപ്പറ്റി. ഇതാണ് ഡീൽ, ഇതാണ് ഡീൽ. കോൺഗ്രസ് BJP ബാന്ധവത്തിന്റെ ഡീലാണത്. ആ ഡീലാണ് സതീശനെ ഇപ്പോൾ ദാമോദര മേനോൻ സതീശനാക്കി മാറ്റിയത്. അതുകൊണ്ടാണ് അത്തരം ആൾക്കാർക്ക് BJPയുമായി ചങ്ങാത്തം കൂടാൻ ഒരു പണിയുമില്ലാത്തത്. നിങ്ങൾ കൂടിക്കൊള്ളുക. എല്ലാ പിന്തിരിപ്പന്മാർക്കും അറിയാൻ വേണ്ടി പറയട്ടെ, നിങ്ങളെല്ലാം ഒന്നിച്ചു വരിക, കൈകോർത്ത് പിടിച്ചു വരിക. അതിനെല്ലാം ഞങ്ങൾ ജനങ്ങൾ തോൽപ്പിക്കും. ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല, ജനങ്ങളെ ഉള്ളൂ. LDFന് LDF ജനപക്ഷമാണ്. LDF നീതിയുടെ പക്ഷമാണ്. ജനപക്ഷമായ LDF, നീതിക്ക് വേണ്ടി പടവെട്ടുവാൻ പ്രതിജ്ഞാബദ്ധമായ LDF ഈ പറയുന്ന ഒരു ഭീഷണിക്കുന്നതിനും വഴങ്ങാതെ മുന്നോട്ട് പോകുമെന്നും ഈ പരാജയമെല്ലാം പരാജയം തന്നെയാണ്. ഞങ്ങൾ പക്ഷേ പതറിപ്പോകുന്നില്ല, പതറിപ്പോകുകയുമില്ല. ഈ പരാജയത്തിന്റെ ഈ ചാമ്പലിൽ നിന്ന് ഞങ്ങൾ പറന്നു വരും, പറന്നുയരും. അതുകൊണ്ട് ഈ പറച്ചിൽ, ഈ പറന്നുയരൽ, അതിലൊന്നും മാറ്റാൻ നിങ്ങളുടെ ഇഡിക്കും പോലീസിനും ഒന്നും കഴിയാൻ പോകുന്നില്ല. ഞങ്ങൾ പറയുന്നു, മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് വച്ചിരിക്കുന്നു. അത് ജനാധിപത്യവും പൗരാവകാശവും ന്യായവും നടപ്പിലാക്കാൻ വേണ്ടിയാണ്. അത് ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്. ആ ഞങ്ങളെ, ആ LDFനെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്കാവില്ല എന്ന് ഞങ്ങൾ പറയുന്നു. നമുക്ക് നോക്കാം. വെല്ലുവിളിയെങ്കിൽ ആ വെല്ലുവിളി ഞങ്ങളുടേതായി ഏറ്റെടുത്തിരിക്കുന്നു.